മേപ്പാടി ടൗണിൽ നൗഫൽ ഒരു സ്നേഹക്കട തുറന്നു. നടുക്കുന്ന ഓർമ്മകളെ ചേർത്ത് വെച്ച് അതിനൊരു പേരുമിട്ടു, ജൂലൈ 30. പ്രകൃതി താണ്ഡവമാടിയ ജൂലൈ 30 ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ കൈപ്പുറ്റ ഓർമ്മകളുടെ ശക്തിയിൽ നൗഫൽ ഉയർത്തിയത് അതിജീവനത്തിന്റെ ഷട്ടർ. എന്റെ കടയ്ക്ക് ഇതല്ലാതെ മറ്റൊരു പേരും ചേരില്ല. ഇടറുന്ന ശബ്ദത്തെ മെരുക്കി നൗഫൽ പറയുന്നു. ഗൾഫിലെ ജോലി സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തിപ്പൊരണമെന്നേ ഭാര്യ സുജനയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബേക്കറി തുടങ്ങാം, ഒരുമിച്ച് ജീവിക്കാമെന്നായിരുന്നു അവൾ പറയാറ്. ഇപ്പോൾ ബേക്കറി ആയപ്പോൾ നൗഫലിന്റെ വാക്കുകൾ മുറിയുന്നു. ഉരുൾ ദുരന്തമടഞ്ഞ ഒമാനിൽ നിന്നെത്തുമ്പോൾ കളത്തിങ്കൽ നൗഫലിനെ സ്വീകരിക്കാൻ ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരനും കുടുംബവും ഒന്നും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലെ 11 പേരെയാണ് ഉരുളെടുത്തത്. നാടും വീടും കൂട്ടുകാരെയും ഉരുളെടുത്തു. മുണ്ടക്കൈയിൽ വീടിനടുത്ത് അവശേഷിച്ചത് വലിയ ഒരു പാറക്കല്ല് മാത്രം. വേദനകളൊന്നും ഒരിക്കലും ആയില്ലെങ്കിലും 4 മാസങ്ങൾക്കിപ്പുറം നൗഫൽ അതിജീവനത്തിന്റെ പാതയിലാണ്. കടയുടെ പേരെഴുതിയ ബോർഡിൽ ആഫ്റ്റർ എന്ന ഇംഗ്ലീഷിൽ എഴുതിയ ആവി പറക്കുന്ന കാപ്പിക്കപ്പും മലമുകളിൽ ഉദിക്കുന്ന സൂര്യനും ചേർത്ത് വെച്ചിട്ടുണ്ട്. കാപ്പിക്കപ്പും സൂര്യനുമൊക്കെ എൻ്റെ അതിജീവനത്തിന്റെ പ്രതീക്ഷകളാണ്, നൗഫൽ പറയുന്നു. കേരള നൗത്തുങ്കൽ മുജാഹിദീൻ ആണ് നൗഫലിനെ ബേക്കറി ഒരുക്കിയത്. ഉപജീവനത്തിനായി എന്തു തുടങ്ങുമെന്ന് KNM അധികൃതർ ചോദിച്ചപ്പോൾ ബേക്കറി എന്നല്ലാതെ മറ്റൊരു ഉത്തരം എനിക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആഗ്രഹങ്ങളും എൻ്റെ ഓർമ്മകളും അങ്ങനെയെല്ലാമാണ് ഈ സ്ഥാപനമെന്നും നൗഫൽ പറഞ്ഞു. മേപ്പാടി 900 റോഡിലാണ് ജൂലൈ 30 റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്സ്. കട തുറന്നു നിറഞ്ഞെത്തിയവരെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു നൗഫലും സുഹൃത്തുക്കളായ ഷഫീഖ് മുഹമ്മദും ഷാഫിയും നൌഷാദും സൈഫുദ്ദീനുമെല്ലാം. ബാല്യകാല സുഹൃത്തായ ഷഫീഖ് മുഹമ്മദാണ് ബേക്കറി നടത്തിപ്പിലും നൗഫലിന് കൂട്ടായുള്ളത്. കടയ്ക്കുള്ളിൽ കയറിയാൽ മാഞ്ഞു പോകാത്തൊരു മുണ്ടക്കൈ അങ്ങാടിയെയും കാണാം. ചായങ്ങൾ ചാലിച്ചു വരച്ച പച്ച വിരിച്ച പഴയ മുണ്ടക്കൈ, ഓർമ്മകളിൽ മാത്രമുള്ള മുണ്ടക്കൈ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.